യൂട്യൂബ് തുടങ്ങി മനസ്സിലായത് എന്ത് സാധനം ചോദിച്ചു. ഇങ്ങനെയല്ല തിരിച്ച് പോ. ഹലോ, എൻ്റെ പേര് അഖില. യൂട്യൂബിൽ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആയിരിക്കും മേ ബി എന്ന് പറയാൻ വേറൊന്നും കൊണ്ടല്ല. യൂട്യൂബ് തുടങ്ങുന്നതിനേക്കാട്ടും മുമ്പാണെന്നുണ്ടെങ്കിലും യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ഇഷ്ടംമാതിരി വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻട്രോ എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം ഇതുപോലെ ക്യാമറ നോക്കി സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്. ക്യാമറ ഇല്ലാണ്ട് എത്ര വേണമെങ്കിലും ബ്ലാ സംസാരിക്കാൻ എനിക്ക് ഓക്കെയാണ്. ഇഷ്ടംമാതിരി വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുപോലെ എടുത്ത് വെച്ചതിൽ ഒരു ലോങ് വീഡിയോ ആണ്. അതായത് 2025 ജനുവരി 1 നമ്മുടെ വിഷൻ ബോർഡ് ഉണ്ടാവും. മേ ബി ചിലവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചിലവർ ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ ഞാനും ഓൾറെഡി കുറേ നാളുകൾക്ക് മുമ്പും വിചാരിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി 2025 ജസ്റ്റ് ചെയ്തായിരുന്നു. അത് ഞാൻ ഇതുവരെയായിട്ടും ഇട്ടിട്ടില്ല. ഇതിപ്പോൾ ജൂൺ ആവാൻ പോണ്. ഇതിപ്പോൾ ഈ വീഡിയോയും അപ്ലോഡ് ചെയ്യുമെന്ന് തന്നെ എനിക്കറിയാൻ പാടില്ല. അതിൽ 2025 എൻ്റെ വിഷൻ ബോർഡിൽ ഒരു കാര്യം എന്തായാലും സാധിച്ചിട്ടുണ്ട്. ഒന്നല്ല, 2 കാര്യം സാധിച്ചിട്ടുണ്ട്. മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ നോക്കി ഇതുപോലെ സംസാരിക്കാൻ പറ്റും. അത് നല്ല ശോഭമാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഇത് പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. ക്യാമറ ഇല്ലാണ്ട് എത്ര വേണമെന്നുണ്ടെങ്കിലും കൊപ്രായം കാണിക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഓക്കെയാണ്. പക്ഷെ ക്യാമറയുടെ നേരെ നിന്ന് സംസാരിക്കാൻ ഭയങ്കര, അതായത് ക്യാമറ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ ക്യാമറ നോക്കി സംസാരിക്കണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിൽ ചില കാര്യങ്ങൾ സാധിക്കും, ചിലപ്പോൾ ചില കാര്യങ്ങൾ സാധിക്കത്തില്ല. പക്ഷെ ഞാൻ ഇതുവരെയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഇടാൻ പറ്റാണ്ട് മാറ്റി വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങളാണ്. ഫസ്റ്റ് ചേച്ചിയുടെ അടുത്തേക്കാണ് ഞാൻ പോണത്. വിഷൻ ബോർഡ് ഓൾറെഡി സെറ്റാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രിൻ്റ് എടുക്കാമെന്ന് വിചാരിച്ച്. ബിക്കോസ് അതിൽ ഓൾറെഡി ഒരു കാര്യം സെറ്റാക്കാൻ പോകണയാണല്ലോ. ഇനി എന്തായാലും പ്രിൻ്റ് എടുക്കാനുള്ളത് വൈകിക്കേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പ്രിൻ്റ് എടുപ്പിച്ച് ഓൾറെഡി പ്രിൻ്റ് ചേച്ചിയുടെ ഫോണിലുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കണയാണ് ആ കാഴ്ച. ഇപ്പോൾ നിന്റെ കൈയാണ് യൂട്യൂബ് തുടങ്ങിയതിന്റെ അല്ലേ, ട്രാവൽ ചെയ്യണം, ക്യാമറ പഠിക്കണം, എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ തന്നെ. എന്താന്ന് പറയടി. മനസ്സിലായത് എന്ത് സാധനം ചോദിച്ചു. പറഞ്ഞില്ലേ സംഭവം നടത്താനുള്ള കാര്യങ്ങളാണോ കഴിയുമ്പോ എന്തെങ്കിലൊക്കെ നടത്തണം എന്നല്ല, ചിലതെല്ലാം നടക്കുമായിരിക്കും. ക്യാമറ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു പിക്ക് എടുക്കണമല്ലോ. അതിനുവേണ്ടി അമ്മയുടെ ഒരു പഴയ സാരി ചേച്ചിയുടെ ഹൽദിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങോട്ടേക്ക് എടുത്ത്. പിന്നെ ജസ്റ്റ് അതിന് മാച്ചായിട്ടുള്ള ഒരു ഗ്രീൻ കളർ ബ്ലൗസിന് വേണ്ടി വെട്ട് പീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതും തയ്ച്ച് ടീച്ചറിനെ കൊണ്ട് മെഷർമെൻറ്റ് എടുപ്പിച്ചിട്ട് അത് തയ്ക്കാൻ കൊടുത്തു. പിന്നെ സാരി ഭയങ്കരമായിട്ട് ചുളുങ്ങിയിരിക്കുന്നതുകൊണ്ട് അത് തേക്കാനും കൊടുത്തിട്ട് നമ്മൾ നേരെ ക്യാമറ വാങ്ങിക്കാൻ വേണ്ടി പോയി. ക്യാമറ വാങ്ങിക്കാൻ ചെല്ലാൻ നേരം നമുക്ക് അത്രയ്ക്ക് ലാക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി കുറച്ച് മാസം മുമ്പ് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഓൾറെഡി ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാമറ എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ ആയിരുന്നു. നല്ല ടെൻഷനും ഹാപ്പിയിലും ആയിരുന്നു. പിന്നെ അതിൻ്റെ സന്തോഷത്തിൽ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് ചെന്ന് വീട്ടിലെത്തി ക്യാമറയുടെ കാര്യങ്ങൾ നോക്കുന്ന ടൈമിലായിരുന്നു ചേച്ചി വന്നത്. പിന്നെ ചേച്ചി എൻ്റെ ഓൾറെഡി ആ മറ്റേ ബ്ലൗസും കൊണ്ട് തയ്ച്ചിട്ടായിരുന്നു കൊണ്ടുവന്നത്. അപ്പൊ നിന്റെ പൈസ എന്നല്ലേ മറ്റേത് ആ ഫോട്ടോയിലകത്ത് പൈസ അതിലും വലിയ മതി. അമ്മൂനോടുക്ക് ഞാനോ പണ്ടൊരു ക്യാമറ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട് ചെറുത്. ഇങ്ങനെയല്ല തിരിച്ച് പോ. അപ്പൂനില്ല അച്ഛന് ഫോട്ടോ എടുക്കണമെന്നല്ലേ പറഞ്ഞ.
അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ പിക്കൊക്കെ എടുത്ത് നെക്സ്റ്റ് ഡേ ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ പിക്ക് എടുക്കാനായിട്ട് ഇറങ്ങി. നമ്മൾ പിക്ക് എടുക്കാൻ പോകുന്നത് അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള പ്ലേസിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ബ്ലൂബെറി ഒക്കെ ഉണ്ടായിരുന്നു. മീൻ പിടിക്കാനും ബോട്ടിങ്ങിനൊക്കെ നല്ല അടിപൊളി പിക്കൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റിയ പ്ലേസാണ്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ ജാനുമേനെയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ അവർ രണ്ടുപേരോടും കളിച്ച് പിന്നെ ഫസ്റ്റ് ചേച്ചിയുടെ പിക്കും ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് ആ ഒരു ബോട്ടിങ്ങിൻ്റെ ഒരു പ്ലേസിലോട്ട് നമ്മൾ പോയി. കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ പോയിരുന്ന് അപ്പോഴത്തേക്കും ആ ചേട്ടന് ജാക്കറ്റൊക്കെ ആയിട്ട് വന്ന്. അവിടുത്തെ ചേട്ടൻ നല്ല അടിപൊളിയായിരുന്നു, മീൻസ് നല്ല അടിപൊളി കമ്പനിയായിരുന്നു. ബോട്ടിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ 4 പേർക്കും കൂടി. അതും നല്ലതായിരുന്നു, കാരണം വേറെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വേറൊരു ദിവസം അറിയാണ്ട് വഴിമാറിപ്പോയതാണ്, അങ്ങനെയാണ് നമ്മൾ ആ സ്ഥലം കണ്ടുപിടിച്ചത്. എന്നിട്ട് നമ്മൾ ബോട്ടിലോട്ടൊക്കെ കയറാനായിട്ട് പോയി. പിന്നെ നല്ല രസമായിരുന്നു, കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും നമുക്ക് റിലാക്സ് ആയിട്ട് ചെന്നിരിക്കാൻ പറ്റിയ ബോട്ടിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസ് ആയിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്നും പോകാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ വെള്ളമൊക്കെ കയറി ആകമൊത്തോടെ ശോകമാവും. അപ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അവിടെ ചെന്നിരിക്കാൻ തന്നെ അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? സമാധാനമായോ? പിന്നെ നമ്മൾ ലാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നൈറ്റ് വരെ നിൽക്കാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോയി.